ലാൽ സലാം ബോക്സ് ഓഫീസ് ചുട്ട് ചാമ്പലാക്കിയിരിക്കുകയാണ് ലാലേട്ടൻ. ഇന്നത്തെ കളക്ഷൻ കാട്ടുതീ പോലെ കത്തിക്കേറുകയാണ്. 5 ദിനങ്ങൾ കൊണ്ട് ഈ ഒരു സിനിമ നേടിയിരിക്കുന്നത് 38 കോടിക്ക് മുകളിലാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തരംഗമായി മാറുകയാണ് ഈ ഒരു സിനിമ. 5-ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 5-ാം ദിനം ഫൈനലായി സിനിമയുടെ എത്തിയിരിക്കുന്നത് 1,83,00,000 രൂപയോളമാണ്. അതായത് ഫൈനൽ ഗ്രോസായി വരുന്നത് 2,25,00,000 മുകളിലാണ്. 1036ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്തത്. 1,12,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. ഈ ഒരു വർക്കിംഗ് ഡേ, അതായത് ആദ്യ വർക്കിംഗ് ഡേയിൽ 40% ഒക്യുപ്പൻസിയോട് കൂടിയാണ് സിനിമ മുന്നോട്ട് പോയത്. ഇതോടുകൂടി തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 15 കോടിയോളമാണ് സിനിമ നേടുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമ തരംഗമായി മാറുകയാണ്. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിനെ ഏറെ പിടിച്ചിരുത്തുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. തുടർച്ചയായി മോഹൻലാലിൻ്റെ ഹാട്രിക് 50 CR ക്ലബിലേക്കുള്ള വരവാണ്. അതെ, ഇതൊരു പുതിയ റെക്കോർഡ് തീർക്കുകയാണ്. ഈ റെക്കോർഡ് ഇവിടം കൊണ്ട് തീരില്ല. ഹാട്രിക് 100 CRലേക്ക് എത്തുന്ന ചിത്രമായി മാറും എന്നുള്ളതാണ്. എല്ലാ സ്ഥലങ്ങളിലും പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ടതാകുന്നു ഈ ഒരു സിനിമ. ഈ വീക്കെൻഡോട് കൂടി തന്നെ സിനിമ, അല്ലെങ്കിൽ ഈ ഒരു മിഡ് വീക്കെൻഡോട് കൂടി തന്നെ സിനിമ 50 കോടിയിലേക്ക് ടച്ച് ചെയ്യും. ഈ ഒരു വർഷം 6 മാസം കൊണ്ട് മോഹൻലാൽ നേടിയത് 540 കോടിക്ക് മുകളിലാണ്. ഒരുപക്ഷേ ഈ ഒരു സിനിമ ഫൈനൽ റൺ വരുമ്പോൾ ഏകദേശം 600 കോടിക്ക് മുകളിലേക്ക് എത്തും എന്ന് തന്നെ പറയാം. സർവ്വ റെക്കോർഡുകളും സർവ്വ രീതികളിലുള്ള പരിപാടികളുമെല്ലാം അവലംബിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ കുതിച്ച് പായുന്നത്. എല്ലാ സ്ഥലങ്ങളിലും വർക്കിംഗ് ഡേയ്സിൽ, പ്രത്യേകിച്ച് ഈവനിംഗ് ഷോസ് എല്ലാം തന്നെ ഹൗസ്ഫുള്ളായി നിൽക്കുന്നു. അടുത്ത ദിവസം, അതായത് 2-ാം ദിവസവും അഡ്വാൻസ് ബുക്കിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെയും മികച്ച രീതിയിലുള്ള ബുക്കിംഗ്, ഏകദേശം 28% ഒക്യുപ്പൻസിയിൽ തന്നെയാണ് സിനിമ നിൽക്കുന്നത്. എന്താണേലും ഈ ഒരു സിനിമ വലിയ ഒരു വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. കാട്ടുതീ പോലെ തന്നെ കളക്ഷൻ ഉയർന്നുകൊണ്ട് സിനിമ കുതിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.